ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഇൻഡോർ പ്ലാന്റ് പോട്ട് സെറ്റിംഗ് ആണ്. ഇൻഡോർ പ്ലാന്റ് പോട്ട് സെറ്റിംഗ് സ്പെഷ്യലി ഫോർ നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അമ്മേ, ചെടികൾക്ക് ജീവനുണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ എൻ്റെ മോൻ ചോദിച്ചു. അപ്പോൾ അവൻ്റെ അടുത്ത് എനിക്കൊരു മറുപടി ആയിട്ട്, അല്ലെങ്കിൽ അവനെ ചെടികൾക്ക് ജീവനുണ്ടോ എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനേലും എന്തുകൊണ്ട് ഇതുപോലെ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്ക് നമുക്കൊന്ന് കാണിച്ചു കൊടുത്തുവിടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഒരു ഗാർഡൻ സെറ്റിംഗ് ചെയ്യാൻ പോകുന്നത്. ഗാർഡൻ സെറ്റിങ്ങിന് നമുക്കൊരു കട്ടിയുള്ളൊരു ബേസ് ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള MDF വുഡോ എന്തെങ്കിലും കാർഡ്ബോർഡ് പീസായാലും നമുക്കിതിന് വേണ്ടി ഉപയോഗിക്കാം. അതിനുശേഷം ഗ്രീൻ കളർ ഫെൽറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അതൊരു ലോൺ ടച്ചിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേ നമ്മൾ മെഷർമെൻ്റ് ഒക്കെ എടുത്ത് സ്റ്റിക്ക് ചെയ്തു. ഇനി അതിന് ശേഷം പോപ്സിക്കിൾസ് ആവശ്യമാണ്. കളർഫുൾ എടുക്കാം, അല്ലെങ്കിൽ സാധാ ടൈപ്പായാലും എടുക്കാം. കളർഫുൾ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള അക്രലിക് പെയിൻറ്റ് നോർമൽ പോപ്സിക്കിൾസിൽ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുത്താലും മതി. ഇത് നല്ല കാർഡ്ബോർഡ് സ്റ്റിക്സ് ആണ്, അതുമേയും പെയിൻറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കൊരു ഫെൻസ് സെറ്റ് ചെയ്യണം. ഇതുപോലെ 4 സൈഡ്സും പോപ്സിക്കിൾസ് വെച്ച് നമുക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഗാർഡൻ ഫെൻസൊക്കെ വെച്ച് റെഡിയായി. ഇനി അടുത്ത് നമുക്ക് പ്ലാന്റ് വെക്കാൻ വേണ്ടിയിട്ട് 3 ജാറുകൾ ആവശ്യമാണ്. 3 ജാറുകൾ ഇതേ ഞാൻ കോഫി ജാറുകൾ എടുത്തിരിക്കുന്നത്. അതുപോലെ ജൂട്ടിൻ്റെ ത്രെഡ് എടുത്തിട്ടുണ്ട്. പ്ലെയിൻ ആയിട്ട് കോഫി ജാറ് വെക്കേണ്ട, അതിന് പകരം അതിന് നെക്കിൽ ഇതേപോലെ കളർ ജൂട്ടുകൾ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ടൈറ്റായിട്ടൊന്ന് ടൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലിഡും കളയണ്ട കേട്ടോ, കോഫി ജാറിൻ്റെ. അത് നമുക്ക് ആവശ്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ പതുക്കെ പറയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ജാറുകളൊക്കെ റെഡിയായി. ഇനി നമുക്ക് ഹോർഡിങ് ഉണ്ടാക്കണം. ഹോർഡിങ് എന്ന് പറയുന്നത് ചെടികൾക്ക് പേര് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പേര് നല്ല അട്രാക്റ്റീവായിട്ട് എഴുതി വെക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് 3 സ്റ്റിക്സ് എടുക്കാം. അതായത് ഒരു സ്റ്റിക്ക് എടുത്ത് നമുക്ക് 3 എണ്ണമായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ കാർഡുകൾ, നിങ്ങളുടെ വീട്ടിൽ യൂസ്ലെസ് ആയിട്ടുള്ള കുറേ ATM കാർഡോ അല്ലെങ്കിൽ എന്തെങ്കിലും പാർക്കിൽ നിന്ന് കിട്ടുന്ന കാർഡോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഹോർഡിങ്സിന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു കാർഡിൽ നിന്ന് 3 ഹോർഡിങ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതെ 3നും ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ചു. അത് കഴിഞ്ഞ് ഗോൾഡൻ ഫെൽറ്റ് എടുത്തു. അതിൽ ഞാൻ ലെറ്റേഴ്സ് കട്ട് ചെയ്തെടുക്കുകയാണ്. അതായത് മീ എന്നാണിത്, അതായത് എൻ്റെ മോൻ മാധവ്, അതുപോലെ ഡാഡ് ആൻഡ് മോം, ഞാനും ഹസ്ബൻഡും. അപ്പോൾ ഒരു ഫാമിലി എന്ന രീതിയിലാണ് അവന് ഞങ്ങളൊരു ഗാർഡൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഹോർഡിങ്ങൊക്കെ സ്റ്റിക്ക് ചെയ്തു. ഡാഡ് റെഡി, മോം ആൻഡ് മീ. ഇനി അത് നമുക്ക് ഫിക്സ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജാറിൻ്റെ ആ ലിഡുകളല്ലേ, ആ ലിഡിലാണ് നമ്മളത് ഫിക്സ് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ ഫിക്സ് ചെയ്തു. ഫിക്സ് ചെയ്ത് കൊടുത്ത് നമ്മൾ പെബിൾസ് വെച്ചു. അതുപോലെ ഞാൻ പ്ലാന്റ് സെറ്റ് ചെയ്തു, കുറച്ച് പെബിൾസ്, പിന്നെ സോയിലിട്ടു. അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ പ്ലാന്റ് വെച്ചു. അത് കഴിഞ്ഞ് ഒരു ജസ്റ്റ് ഡെക്കറേഷൻ പോലെ. ഇനി നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മുടെ ഗാർഡൻ എടുത്ത് അതിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ ജാറുകൾ വെച്ച് സെറ്റ് ചെയ്യാം. അതിനുശേഷം ഓരോ പേരുകളും വെച്ച് കൊടുക്കുക, ഹോർഡിങ്സും വെച്ചു. നമ്മുടെ ഗാർഡൻ സെറ്റായി. ഇത് കണ്ടു കഴിഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും മനസ്സിലാവും ചെടികളും നമ്മളെ പോലെ ഫാമിലിയാണ്. അപ്പോൾ അവർക്കും ഒന്ന് പ്ലാന്റ്സിനെ കെയർ ചെയ്യാനും, അല്ലെങ്കിൽ വളരുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് വെള്ളമൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ, അവർക്ക് മുട്ടിടുമ്പോൾ, പൂവിടുമ്പോൾ, അല്ലെങ്കിൽ ഇലകളുണ്ടാകുമ്പോൾ ഒക്കെ അവർക്ക് മനസ്സിലാവും ചെടികൾക്ക് ജീവനുണ്ടെന്ന്, അല്ലേ? എൻ്റെ ഈ ഐഡിയ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഈ ഒരു ചെറിയൊരു അറ്റംപ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കണ്ടവർ, ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.